ലോക്സഭയിൽ അനുരാഗ് താക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. പലതവണ സ്പീക്കറും ഭരണപക്ഷവും അത് എതിർക്കാൻ ശ്രമിച്ചു. ആ ചർച്ച പതിവ് പോലെ ബഹളത്തിലേക്ക് എത്തി. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. ബൽറാം, പറയാൻ ഉദ്ദേശിച്ച അത്ര കാര്യങ്ങളും രാഹുൽ ഗാന്ധി ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചർച്ചയിൽ പറഞ്ഞു. അമേരിക്ക ഇന്ത്യ ഡീലിൽ രാജ്യത്തെ വിറ്റുവെന്ന ആരോപണം, എപ്സ്റ്റീൻ ഫയൽ പ്രധാനമന്ത്രി ഭയക്കുന്നു. അങ്ങനെ ഏതാണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരെ BJPക്കെതിരെ പറയാനാകും, അതൊക്കെ രാഹുൽ കൃത്യമായി പറഞ്ഞു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ ഇന്ത്യ അമേരിക്ക ഡീൽ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഭരണപക്ഷത്ത് നിന്ന് മറുപടി ഉണ്ടായോ? ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരത്തെ താൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് US മായുള്ള വ്യാപാര കരാർ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചത്. ബജറ്റിൽ അദ്ദേഹം പ്രസംഗം തുടങ്ങിയെങ്കിൽ പോലും പിന്നീട് ഊർജ്ജ സാമ്പത്തിക സായുധവൽക്കരണത്തെക്കുറിച്ച് ബജറ്റിൽ ഒന്നുമില്ല എന്നും സമാന്തരമായ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ US വ്യാപാര കരാറിലേക്ക് രാഹുൽ എത്തിയത്. അമേരിക്കയ്ക്ക് സൂപ്പർ പവറായി തുടരണമെങ്കിലും ഒപ്പം തന്നെ ഡോളറിന്റെ മൂല്യം സൂക്ഷിക്കണമെങ്കിലും ഇന്ത്യൻ ഡാറ്റ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ യാണ് ഇന്ത്യയെ ഏറ്റവും വലിയ വിലപേശൽ ശക്തിയാക്കുന്നത്. എന്നാൽ അത് ഈ കരാറിൽ കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഇന്ത്യ സഖ്യമാണ് ട്രംപുമായി ചർച്ച നടത്തുന്നത് എങ്കിൽ ഇക്കാര്യം കൃത്യമായി തന്നെ ഉപയോഗിക്കുമായിരുന്നു, ജോലിക്കാരെ പോലെയല്ല തുല്യനിലയിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒപ്പം തന്നെ ഡിജിറ്റൽ വാണിജ്യ ചട്ടങ്ങളിലെ നിയന്ത്രണം വിട്ടുകൊടുത്തതടക്കം ഈ കരാറിന് എതിരായ വിമർശനങ്ങൾ എണ്ണി രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചു. 3% ശരാശരി താരിഫ് 18% ഉയർന്നു എന്നും അതേസമയം US നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ താരിഫ് കുറച്ചു കൊടുക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും US ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുമായി യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയുമില്ല, മറിച്ച് ഇന്ത്യക്ക് US പ്രതിബദ്ധതയുണ്ട്. ഇന്ത്യയുടെ താരിഫ് ഉയർന്നതെങ്കിൽ US താരിഫ് 16 നിന്നുമാണ് 0 കൊടുത്തത് എന്നും രാഹുൽ വിമർശിച്ചു. ബംഗ്ലാദേശിന് ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് താരിഫ് ഒഴിവാക്കി കൊടുത്തു, എന്നാൽ ഇന്ത്യക്ക് 18% താരിഫ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖല തകരാൻ ഇത് ഇടയാക്കും. ചരിത്രത്തിലാദ്യമായി കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്നുവെന്നും സോയാബീനും ചോളം അടക്കമുള്ള ധാന്യങ്ങൾ US നിന്നും ഇറക്കുമതി ചെയ്യാൻ തീരുവ ഇളവുകൾ നൽകുന്നുവെന്നും പറഞ്ഞ രാഹുൽ ലജ്ജാകരം എന്നാണ് ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. ഒരു പ്രധാനമന്ത്രിയും മുൻപ് ചരിത്രത്തിൽ ഇതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. പൂർണ്ണമായും US മുന്നിലുള്ള ഒരു കീഴടങ്ങലാണ് ഈ കരാർ എന്നും പ്രധാനമന്ത്രിയുടെ കണ്ണുകളിൽ തനിക്ക് ഭയം കാണാം എന്നും രാഹുൽ പറഞ്ഞാണ് പിന്നീട് എപ്സ്റ്റീൻ ഫയൽ വിഷയത്തിലേക്ക് കടന്നത്. ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പലതവണ ഇടപെടലുകൾ ഉണ്ടായി. അനിൽ അംബാനിയെക്കുറിച്ചും അദാനിയെക്കുറിച്ചും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ഹർദീപ് പുരിയെക്കുറിച്ചുമുള്ള രാഹുലിന്റെ പരാമർശങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എല്ലാം തന്നെ ഭരണപക്ഷ നിരയിൽ നിന്നും തടസ്സവാദങ്ങൾ ഉന്നയിച്ചു, ക്രമപ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഒടുവിൽ ചെയർ തന്നെ ചട്ടം 353 അനുസരിച്ച് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനമായ രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതാണ് എന്നും സഭയിൽ അംഗമല്ലാത്തവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം സഭയിൽ സംസാരിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. തുടർന്നാണ് മന്ത്രി ഹർദീപ് പുരി ഈ സഭയിൽ അംഗമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാം എന്നാണ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചത്. ഒരാൾ ശ്വാസം മുട്ടിക്കുമ്പോൾ എതിരാളികളുടെ കണ്ണിൽ കാണുമെന്ന് താൻ പറഞ്ഞ ഭയം പ്രധാനമന്ത്രിയുടെ കണ്ണിൽ തനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നും പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെയും കർഷകരെയും വിറ്റു എന്നുമുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ തന്നെ കൗതുകകരമായ ചില സംഭാഷണങ്ങളും ഉണ്ടായി. മുൻപ് കോൺഗ്രസ് അംഗമായിരുന്ന ജഗദാംബിക പാലായിരുന്നു ചെയറിലുണ്ടായിരുന്നത്. അദ്ദേഹം മുൻ കോൺഗ്രസ് അംഗമായിരുന്നത് കൊണ്ടാണ് താൻ ഇന്ന് അത്ര ആക്രമണകാരിയാകാത്തത്, അത് അദ്ദേഹത്തോടുള്ള ഒരു സൗജന്യമായി കാണണമെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ താൻ രാഹുൽ അന്ന് തന്നെ തന്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ ഇരിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന തിരിച്ചടിയാണ് ജഗദാംബിക പാൽ നൽകിയത്. എന്തായാലും കടുത്ത വിമർശനത്തോടെ തന്നെയാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം പലതവണ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. രാജ്യത്തെ ജനങ്ങളെയും കർഷകരെയും ഒപ്പം തന്നെ IT ജീവനക്കാരടക്കമുള്ള യുവാക്കളെ പ്രധാനമന്ത്രി US ഡീലിലൂടെ വിൽക്കുകയാണ് ഉണ്ടായത് എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കടുത്ത വിമർശനം.
എല്ലാം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് പിന്നാലെയുള്ള ചർച്ചയിൽ തുടങ്ങിയതാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ. അങ്ങനെ 6 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഒന്ന് കാര്യമായി സഭാ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് അല്ലെങ്കിൽ പുരോഗമിച്ചത്. പക്ഷേ ഇന്ന് വീണ്ടും ബജറ്റ് സമ്മേളനത്തിനിടെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കേണ്ട അവസരം കിട്ടുന്നു. ഈ കണ്ട ദിവസങ്ങൾ അത്രയും പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ, പ്രധാനമായും ബജറ്റ് മേലുള്ള ചർച്ചയ്ക്ക് അവസരം നൽകുമ്പോൾ ഇന്ത്യ US ഡീലിനെ കുറിച്ച് പറയുന്നു, എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് പറയുന്നു, അദാനിയെ കുറിച്ച് പറയുന്നു. തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധി തുടങ്ങുന്നത് ഈ ബജറ്റ് അത് ഈ പറയുന്ന US അമേരിക്ക ഡീലിന് മുന്നോടിയായുള്ള ഒരു സമാന്തരമായ ഡീലായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ച് തുടങ്ങിയെടുത്ത് നിന്ന് ഓരോ മേഖലകളെ ഉയർത്തി കാണിച്ചാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകിയത്. ഊർജ്ജ മേഖലയിൽ അമേരിക്ക മുമ്പിൽ അടിയറവ് വെക്കുന്നു, കാർഷിക മേഖലയിൽ അടിയറവ് വയ്ക്കുന്നു, അമേരിക്കക്ക് മുഴുവനായി കീഴ്പ്പെടുത്തുന്ന അല്ലെങ്കിൽ കീഴ്പ്പെടുന്ന ഒരു ഡീലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഈ BJP സർക്കാരിനെതിരെ NDA സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തുന്നു. ഇതിനൊക്കെ പിന്നിൽ ഒരു സമ്മർദ്ദമാണ്. അതൊരു ഉദാഹരണം എന്ന കണക്കെ, ഒരു വിമർശനം എന്ന കണക്കെ അമേരിക്കയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്, അതിന്റെ ഭയപ്പാടാണോ ഈ സമ്മർദ്ദത്തിന്റെ കാരണം എന്നൊരു ആരോപണം കൂടി അവിടെ ഉയർത്തുന്നു. അങ്ങനെ പരമാവധി ഈ ഇപ്പോൾ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഉയർത്തിയുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ BJP കൃത്യമായ മറുപടി ഉണ്ടോ? രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? സുഹേൽ, ഇപ്പോൾ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ് പുരോഗമിക്കുന്നത്. തീർച്ചയായും ഈ ഒരു ചർച്ച പുരോഗമിക്കുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ യുള്ള മറുപടികൾ ഉറപ്പായും ലഭിക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ അത്തരത്തിലുള്ളതാണ് പതിവ്. ഭരണപക്ഷ നിരയിൽ നിന്നും നിരവധി നേതാക്കൾ ഇനിയും പങ്കെടുത്ത് സംസാരിക്കാനുണ്ട്. ഒപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ചിരിച്ചുകൊണ്ട് കേട്ട് ഇരിപ്പുണ്ടായിരുന്നു. ധനമന്ത്രിയുടെ മറുപടി പ്രസംഗം നാളെയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് തന്നെ ധനമന്ത്രി മറുപടി നൽകിയേക്കും, മറുപടി പ്രസംഗം ഈ ചർച്ചയ്ക്ക് നൽകിയേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം അതിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹം വിവാദപരമായ വിഷയം ഉന്നയിച്ചതിൽ തടസ്സം ഉന്നയിച്ചതിനെ തുടർന്ന് 2 വരികൾക്കപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം ഉടലെടുത്തത്. തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെട്ടു. ആ ഒരു തടസ്സം ഉന്നയിച്ചുകൊണ്ടാണ് പിന്നീട് 8 ദിവസത്തോളം സഭ തടസ്സപ്പെടുകയും പ്രതിപക്ഷം പ്രതിഷേധം വയ്ക്കുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷം പിന്നീടാണ് സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം അടക്കം അപൂർവമായി സംഭവിക്കാറുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ പ്രമേയം പരിഗണിക്കാം എന്ന ഉറപ്പിലാണ് പിന്നീട് സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുകയും ബജറ്റിന്മേലുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.